ഓർമ്മയുണ്ടോ? മറവിയുടെ തിരശ്ശീല എല്ലാവരും പോയി. ഓക്കെ. 7ാം വയസ്സിൽ എനിക്ക് ഓർമ്മയുണ്ടോ? 7ാം വയസ്സിലെ ഒരു കൂട്ടുകാരെ ഓർമ്മയില്ല. ഇങ്ങോട്ട് നോക്കി കുഴപ്പമില്ല, പതുക്കെ പറഞ്ഞാൽ മതി. പറ, ആദ്യമേ നോക്കിട്ട് പറയാം. 98. റെഡിയാണോ? വെള്ളം വേണോ? വേണ്ട. ഹലോ ഗായ്സ്, ഇന്ന് മിർച്ചിയില് നിങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ 2 പുതിയ വ്യക്തികൾ എത്തിയിട്ടുണ്ട്. ചിൽഡ്രൻസ് ഡേയില് പൊതുവെ നമ്മള് കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നതും അവരുടെ ആഘോഷങ്ങളാണ് നടക്കുന്നതും. പക്ഷെങ്കിൽ ഇന്ന് അല്പം വ്യത്യസ്തമായിട്ട് ഞങ്ങളാണ് ഇവിടെ ആഘോഷിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ 2ാം ബാല്യത്തെ കുറിച്ച് നിങ്ങളുമായിട്ട് കുറച്ചു നേരം ചർച്ച ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ശിശുദിനത്തിലെ വലിയ അതിഥികൾ കുട്ടികളായിട്ട് നിങ്ങളുടെ കൂടെ ചേർന്നിട്ടുണ്ട്. അടിച്ച് പൊളിച്ച് നമുക്കൊന്ന് ആഘോഷിക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3 സംഗതി ഹോട്ടാണ്. ഹലോ, ഇന്ന് ശിശുദിനമാണല്ലോ. 2 പുതിയ അതിഥികൾ നിങ്ങളുടെ അടുക്കൽ എത്തിയിട്ടുണ്ട്. ഹായ്, ഞാൻ RJ ശോഭ, സീസൺ 2 സീനിയർ ലിവിംഗ് പേട്ടയിലെ റെസിഡന്റ് ആണ്. ഞാൻ ശാന്ത, പട്ട ലിവിംഗിലാണ് താമസിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3 RJ ശോഭയും RJ ശാന്തയും ആണ്. കുട്ടിക്കാലത്ത് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടാറുണ്ട് ഇല്ലേ? സ്കൂൾ കാലഘട്ടങ്ങളിലാണ് നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ കളിച്ച് ചിരിച്ച് നടക്കുന്ന കാലമായതുകൊണ്ട്. പക്ഷേ ആ കാലം മറന്നുപോയി. ഒരു ഓർമ്മയുണ്ട്, പേരും ഒക്കെ മറന്നുപോയി. കളിച്ച് ചിരിച്ച് രസിച്ച് നടന്ന കാലം മാത്രം ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്. അവരുമായിട്ടൊക്കെ കൂടുതൽ അടുപ്പവും ഉണ്ട്. ആ നല്ല സൗഹൃദങ്ങളാണ് നമ്മളെ ഓരോ ദിവസവും പോസിറ്റീവ് എനർജി തന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 7ാം വയസ്സിലെ കൂട്ടുകാരെ നമുക്ക് ഓർമ്മയില്ലെങ്കിലും, പഴയ കാലത്തെ സുഹൃത്ത് ബന്ധങ്ങളെ നമുക്ക് ഓർമ്മയില്ലെങ്കിലും, സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. നമുക്കൊരു കൂട്ടായിട്ട് ഈ ചിൽഡ്രൻസ് ഡേയിൽ ഒരുപാട് കൂട്ടുകാരെ കണ്ടുപിടിക്കുക, കാണുക, സന്തോഷിക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3 സംഗതി ഹോട്ടാണ്. മിർച്ചിയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് RJ ശോഭയും RJ ശാന്തയും ആണ്. സ്വപ്നങ്ങൾ അത് നമുക്ക് എല്ലാ പ്രായത്തിലും ഉള്ള ഒന്നാണ്. 7ാം വയസ്സിൽ നമുക്കുള്ള സ്വപ്നങ്ങളല്ല കാലഘട്ടം മാറുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്. അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാല് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു ഡിഗ്രി എടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് സാധിച്ചില്ല. സ്വപ്നങ്ങൾ സാധിച്ചില്ല എങ്കിലും സ്വപ്നങ്ങൾ കാണുകയാണ് നമ്മുടെ ഒരു സന്തോഷം. സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതാണ് നമുക്ക് മുൻപോട്ട് സന്തോഷമായി പോകാനുള്ള പ്രചോദനം നൽകുന്നത്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയും, ബൈബിളിൽ ഒരിതുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നുവെന്ന്. എന്താണ് ഉപ്പിന്റെ പ്രത്യേകത? ഉപ്പ് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അത് രുചിയായിരിക്കണമെങ്കിൽ ഉപ്പ് വേണം. അതുപോലെ നമ്മുടെ സാമീപ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതായിരിക്കണം, അവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. 2, നമ്മുടെ കൂട്ടുകെട്ടുകൊണ്ട് മറ്റാരും ചീത്തയാകാൻ പോകരുത്. ഉപ്പ് മറ്റ് സാധനങ്ങൾ കേടുകൂടാതിരിക്കാൻ നമ്മൾ ഉപ്പാണല്ലോ ഇട്ടുവെക്കുന്നത്. അതുപോലെ നമ്മുടെ സാമീപ്യം കൊണ്ട് മറ്റുള്ള ആരും ചീത്തയാകാൻ പാടില്ല. അവർ നല്ലവരായിരിക്കണം. അതിനുവേണ്ടി അവരോട് സൗഹാർദ്ദത്തോടെ പെരുമാറുക. അതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്വപ്നം. നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ നടന്നോ ഇല്ലയോ എന്നതല്ല പ്രധാനം. അത് നല്ല സ്വപ്നങ്ങൾ കാണുക എന്നതാണ് പ്രധാനം. കുട്ടികളെ നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക, നല്ല സ്വപ്നങ്ങൾ കാണുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3 സംഗതി ഹോട്ടാണ്. ചെങ്ങന്നൂർ സെയിന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആ സ്കൂളിന്റെ കോമ്പൗണ്ടിന് വെളിയിൽ ഒരു കുഞ്ഞു കടയുണ്ടായിരുന്നു. ഞങ്ങള് പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിലും പിന്നെ വെട്ടിച്ച് ഞങ്ങള് പോയി ആ സ്കൂളിന്റെ പുറത്ത് പോയിട്ട് ഞങ്ങള് ആ കുഞ്ഞു കടയിൽ നിന്ന് തേൻമുട്ടായിയും നാരങ്ങ മുട്ടായിയും ഒക്കെ കഴിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ആ കിട്ടിയ രുചിയുടെ അത്രയൊന്നും അതിന് ശേഷം കഴിച്ച ഒരു മിഠായിക്കും
ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3യിൽ RJ ശാന്തയും RJ ശോഭയുമാണ്. ശോഭയ്ക്ക് ഇപ്പൊ ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറഞ്ഞാല് പുട്ട്, കടല, ദോശ, സാമ്പാർ, പിന്നെ കാന്താരി ചമ്മന്തി, കപ്പ പുഴുങ്ങിയത്, ഇതൊക്കെ ഉള്ള നാടൻ ഫുഡുകളൊക്കെ ഇഷ്ടമാണ്. ബട്ട് ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീല് സീസൺ 2 എനിക്ക് കിട്ടുന്നുണ്ട്. RJ ശാന്തയ്ക്ക് ഇപ്പൊ ഏത് ഫുഡാണ് ഇഷ്ടം? എനിക്കും ഈ പഴയ ഫുഡുകളൊക്കെയാണ് ഇഷ്ടം. അപ്പം അതൊക്കെ ഇഷ്ടമാണ്. കപ്പ അതൊക്കെയാണ് നമ്മൾ ചെറുപ്പകാലത്ത് ധാരാളമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോഴും ഇഷ്ടമാണ്. കപ്പ, നാടൻ ഫുഡുകളാണ് കൂടുതൽ ഇഷ്ടം. കുഴിമന്തിയെ പറ്റിയൊക്കെ ഉള്ള അഭിപ്രായം എന്തോ? എല്ലാവരും കഴിക്കുന്ന കാണാൻ കേൾക്കുന്നു എന്നൊക്കെ, അതിനെപ്പറ്റി എന്തോ അഭിപ്രായം? കിട്ടിയാ വിടില്ല, പക്ഷെങ്കിൽ കഴിക്കും. സോ ഇഷ്ടമുള്ള ഫുഡ് കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് നമ്മുടെ സന്തോഷം. നല്ല ഫുഡ്, നല്ല സന്തോഷം. സോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3 വിത്ത് RJ ശാന്ത ആൻഡ് RJ ശോഭ. സംഗതി ഹോട്ടാണ്. പണ്ട് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമ കാണാൻ പോയിട്ടുണ്ട്. അന്ന് കണ്ട സിനിമയാണ് നീലക്കുയിൽ, സ്നേഹസീമ. അതിലുണ്ടാവും. അതേ ഓർമ്മയുള്ളൂ, പിന്നെ അധികം സിനിമ കണ്ടിട്ടില്ല. സോ സിനിമകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് സിനിമയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3യിൽ RJ ശാന്തയും ഒപ്പം RJ ശോഭയുമാണ്. അപ്പൊ ശോഭയ്ക്ക് ഇപ്പൊ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണാൻ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എൻ്റെ മകൻ എന്നെ ലാസ്റ്റ് കാണിച്ചൊരു പടമാണ് പൊന്നിയിൻ സെൽവൻ. അത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട ഒരു സിനിമയാണ്. ഞാൻ 4ാം ക്ലാസ്സിലോ 5ലോ പഠിക്കുമ്പം കണ്ട സിനിമയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് 3D കണ്ണാടിയൊക്കെ വെച്ചിട്ട് പിന്നെ പോയി സ്കൂളിൽ നിന്ന് പിന്നെ കൊണ്ടുപോയി കാണിച്ച ഒരു പടമാണ്. പിന്നെ തിയേറ്ററിൽ പോയി കണ്ട ഒരു പടത്തിന്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഈ 2 പടമാണ് തിയേറ്ററിൽ പോയി കണ്ട, എൻ്റെ ചെറുപ്പകാലത്ത് പോയി കണ്ട ഓർമ്മ. അല്ലാതെ വേറെ ഒന്നും അന്നത്തെ സാഹചര്യത്തിൽ പോയി കാണാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ശാന്ത ഏതാണ് അവസാനമായിട്ട് കണ്ട സിനിമ? എനിക്ക് ഈ സിനിമ കാണാൻ വലിയ താല്പര്യമില്ല. കുറച്ചു നേരം ഇരുന്ന് കാണണ്ടേ. സീരിയൽ കാണാനാണ് എനിക്കിഷ്ടം. സോ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് ചെയ്ത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, മനസ്സിനെ സന്തോഷിപ്പിക്കുക. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3 RJ ശാന്തയും RJ ശോഭയുമാണ്. സംഗതി ഹോട്ടാണ്. ശാന്ത, സ്കൂൾ ടൈമില് കുടുക്കയില് കാശിടുന്ന ഒരു ഏർപ്പാടുണ്ട്, അത് കേട്ടിട്ടുണ്ടാവുമല്ലോ? കേട്ടിട്ടുണ്ട്. അതെന്തിനാണ്? പിന്നെ ഞാനൊക്കെ എന്ന് പറഞ്ഞാല് ഒരു വർഷം ആ കുടുക്ക ഇങ്ങനെ അന്നത്തെ 1 രൂപ, 2 രൂപ, 25 പൈസ, 50 പൈസ, അങ്ങനെ നിറച്ച് ഒരു വർഷം ആവുമ്പോ ആ കുടുക്ക നിറയും. ആ കുടുക്ക നിറഞ്ഞു കഴിയുമ്പം പള്ളിപ്പെരുന്നാളാവുമ്പോ ആ കുടുക്ക പൊട്ടിക്കുമ്പം അതിനകത്ത് ചെറിയൊരു എമൗണ്ട് കാണും. നമ്മുടെ ആ ചെറുപ്പകാലത്ത് നമുക്ക് ആവശ്യമുള്ള രീതി അത്രയുള്ള എമൗണ്ട് കാണും. അതുകൊണ്ട് നമ്മൾ ആ കുടുക്ക പൊട്ടിച്ചിട്ട് വള, മാല, ചാന്ത്, പൊട്ട്, കടല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കും. എന്ത് തോന്നുന്നു? അങ്ങനെയുള്ള അനുഭവം വല്ലതും ഉണ്ടോ ശാന്തയ്ക്ക്? ഞങ്ങളുടെ കാലത്തില്ല. അങ്ങനെ പൈസയൊന്നും കൈ കാണില്ല, അങ്ങനെ കുടുക്കൊന്നുമില്ല. അന്നത്തെ കാലത്ത് അതില്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് പൈസയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളത് വൃഥാ ചെലവാക്കി കളയാതെ സൂക്ഷിച്ചു വെക്കണം. അത് ഒരുമിച്ചാകുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. അതൊരു ശീലമാക്കണം. പൈസ വൃഥാ കളയരുത്. സമയവും പൈസയും ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ അത് പല പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണേ. കുട്ടികളെ, സേവിങ്സ് എന്ന് പറയുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഇതുവരെ ഇല്ലെങ്കിൽ ഇന്ന് ഈ ചിൽഡ്രൻസ് ഡേയില് അത് തുടങ്ങിക്കോളൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3യിൽ RJ ശോഭ, RJ ശാന്ത, സംഗതി ഹോട്ടാണ്. ഇന്ന് നവംബർ 14 ആണ്. ഇന്ന് നിങ്ങളുടെ കൂടെ 2 അടിപൊളി RJs ആണുള്ളത്, RJ ശാന്തയും RJ ശോഭയും. ഇനി നമുക്ക് കുട്ടിക്കാലത്ത് യാത്ര പോയ കാര്യം പറയാം. പിന്നെ ഞാന് ആദ്യമായിട്ട് തനിച്ച് വീട് വിട്ടു പോയതെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോയ
ഒരു യാത്രയായിരുന്നു. ശരി. തേക്കടി മധുര. ആ. അത് 2-3 ദിവസം നല്ല അടിച്ചു പൊളിച്ച ട്രിപ്പായിരുന്നു. ഉം. ഇപ്പോഴാണ് ഈ അടിപൊളി എന്നുള്ള വാക്കൊക്കെ വന്നത്. പിന്നെ അന്ന് കൂട്ടുകാർ മൊത്തം ഉല്ലസിച്ച് ഒത്തിരി ഹാപ്പി ആയിട്ട് പോയ ഒരു യാത്രയായിരുന്നു. പിന്നെ ശാന്ത അങ്ങനെ യാത്രകൾ വല്ലതും പോയിട്ടുണ്ടോ? ഞാൻ പണ്ട് കൊച്ചു ക്ലാസ്സിലായിരുന്നപ്പോഴേ ഒരു എക്സ്കർഷൻ കൊണ്ടുപോയി സ്കൂളിൽ നിന്ന്. അത് മലമ്പുഴ ഡാമിലാണ്. ബാക്കി കൂടുതലൊന്നും അറിയത്തില്ല. ഞങ്ങളെല്ലാം ബസ്സിൽ കയറി പാടി രസിച്ച് പോയത് ഓർക്കുന്നുണ്ട്. അത്ര ഓർമ്മ വരുന്നുള്ളൂ. പിന്നെ ഏതാണ്ടൊരു വെള്ളച്ചാട്ടവും അത്രയൊക്കെ ഓർമ്മയുള്ളൂ. മറന്നുപോയല്ലോ. ഏതായാലും യാത്ര സുഖമായിരുന്നു, സന്തോഷമായിരുന്നു. പാടി രസിച്ച് അങ്ങനെയാ പോയത്. അത് ഓർക്കുന്നുണ്ട്. കുഞ്ഞിലെ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കുറേ അധികം യാത്രകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളും കുഞ്ഞു കുഞ്ഞു യാത്രകളും പറ്റുമെങ്കിൽ വലുതാവുമ്പോഴൊക്കെയും ഒരുപാട് യാത്രകൾ ചെയ്ത് മനസ്സിനെ സന്തോഷിപ്പിക്കുക. നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തു, ഇനിയും നമ്മൾ യാത്രകൾ ചെയ്യും. പിന്നെ ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നവര് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യുക. യാത്രകൾ ചെയ്ത് മനസ്സിനെ സന്തോഷിപ്പിക്കുക, ജീവിതം ഹാപ്പിയാക്കുക. സോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3, RJ ശോഭ, RJ ശാന്ത. സംഗതി ഹോട്ടാണ്. നമ്മുടെ സൗഹൃദങ്ങൾ നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നാറില്ല. നമുക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ, നമ്മളെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ, നമ്മുടെ പ്രയാസങ്ങളും വിഷമതകളും നിരാശകളും എല്ലാം അവരോട് പറയാം. ഒരാളത് കേട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അത് മാറിക്കഴിയുമ്പോൾ നമ്മൾക്കൊരു ഉന്മേഷം കൂടുതലുണ്ടാകും. അപ്പോൾ ആ ഫ്രണ്ട്സിനെ നമുക്കൊരു അനുഗ്രഹമായിട്ട് തന്നെ നമുക്ക് കരുതാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3-ൽ RJ ശോഭ, RJ ശാന്ത. അതെ, ശാന്ത ഇപ്പൊ എന്താ സൗഹൃദത്തെ പറ്റി സംസാരിച്ചത്? സൗഹൃദങ്ങളാണല്ലോ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം. നമുക്കൊരു നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്കെല്ലാം തുറന്നു പറയാം. നമ്മുടെ മനസ്സിന്റെ വിഷമം പോകും, നമുക്കൊരു ധൈര്യം കിട്ടും, നമുക്കൊരു കൂട്ട്, എല്ലാം. ഒരു ബന്ധങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ശാന്തയ്ക്ക് അറിയാമല്ലോ, പണ്ട് ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാലം ആയിരുന്നില്ല. വീട്ടുകാരാലോചിച്ച് തരുന്ന കല്യാണത്തിന് നമ്മൾ സമ്മതിക്കുന്നു, അത് അതിന്റെ ചടങ്ങുകളോടുകൂടി അത് നടക്കുന്നു, ജീവിതം മുമ്പോട്ട് പോകുന്നു. പിന്നെ അതിനകത്തൊക്കെ സൗഹൃദത്തിന് വലിയ പങ്കുണ്ട്. ഇപ്പോൾ കാലം മാറി, നമുക്ക് നമ്മുടെ പങ്കാളികളെ തിരഞ്ഞെടുക്കാം. പക്ഷേ അവിടെ നല്ല ഒരു സുഹൃത്ത് മനോഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. തമ്മിൽ ഒരു സുഹൃത്ത് മനോഭാവം ഇല്ലെങ്കിൽ ജീവിതം നിരാശയിലായി പോകും. അതുകൊണ്ട് അങ്ങനെയുള്ളതാണ് അഭികാമ്യം. നമുക്ക് നമ്മുടേതുമായി ചേർന്ന് പോകുന്നവരെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3-ൽ സംഗതി ഹോട്ടാണ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. മിർച്ചിയിൽ RJ ശാന്തയും RJ ശോഭയും. ശാന്ത ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നെന്ന്? അന്നൊക്കെ കത്തായിരുന്നു എല്ലാത്തിനും ബേസിക്. എന്ത് വിവരം ഉണ്ടെങ്കിലും കൈമാറുന്ന കത്ത് മുഖേനയായിരുന്നു. ഒരു വിശേഷം ഒരു വീട്ടിലുണ്ടെങ്കിൽ ബന്ധുക്കളെയും പരിചയക്കാരെയും കൂട്ടുകാരെയും ഒക്കെ അറിയിക്കുന്നത് കത്ത് മുഖേനയായിരുന്നു. ഒരു പക്ഷെങ്കിൽ ആ കത്ത് ചെല്ലുമ്പോഴേക്കും ആ വിശേഷം കഴിഞ്ഞു തന്നെ പോയിരിക്കും. പിന്നെ ഒരു ലൊക്കാലിറ്റിയിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ മാത്രമായിരിക്കും ലാൻഡ് ഫോൺ ഉള്ളത്. ഇപ്പം കാലം മാറി, മൊബൈൽ ഫോണ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശോഭ ഫേസ്ബുക്കിലുണ്ടോ? ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇൻസ്റ്റാഗ്രാമിലും അവിടെയും ഇവിടെയൊക്കെ അല്ലേ അവര് ചാറ്റ് ചെയ്യുന്നതും ഒക്കെ. നമ്മൾ പോലും അറിഞ്ഞുകൂടാ, നമുക്ക് പോലും അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ. നമുക്ക് നമ്മുടെ സീസൺ 2 സീനിയർ ലിവിങ്ങില് നമ്മുടെ സമപ്രായക്കാരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട്, നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും പരസ്പരം സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3 സംഗതി ഹോട്ടാണ്. RJ ശാന്ത, ഇനി ഫാഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ പണ്ടത്തെ കാലത്ത് എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഫ്രോക്ക് മുതൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഫ്രോക്ക്, ധാവണി, പാവാടയും ബ്ലൗസും, പിന്നെ അങ്ങനെയുള്ള, പിന്നെ സാരി, പിന്നെ ഫിലിം സ്റ്റാർസിനെ അനുകരിച്ചുള്ള സാരികള്, ഡ്രസ്സുകള്, ഇതൊക്കെയായിരുന്നു അന്നത്തെ റോൾ മോഡലുകള്. ഇപ്പം കൂടുതലും
കുർത്ത, സാരി, ജീൻസ്, ടോപ്പ് അങ്ങനെയുള്ള ആധുനിക വസ്ത്രധാരണത്തിലാണ് ഇപ്പോഴത്തെ ജനറേഷന് താല്പര്യം. ശോഭ, ഫാഷനെ പറ്റി അധികം സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞങ്ങളുടെ കാലത്ത് വലിയ ഫാഷനൊന്നും ഇല്ല. ഉടുപ്പ്, പാവടയും ബ്ലൗസും, ഹാഫ് സാരി, പിന്നെ സാരി, അതത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ മുണ്ടും ഷർട്ട് അല്ല മുണ്ടും പിന്നെ ചട്ടയും മുണ്ടും അല്ലെങ്കിൽ മുണ്ടും നേരിതും ബ്ലൗസും മുണ്ടും ബ്ലൗസും നേരിതും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. പിള്ളേരാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ, പാവാടയും ഉടുപ്പും പാവാടയും ഈ ഹാഫ് സാരി അത്രയൊക്കെ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഏത് ഡ്രസ്സ് ധരിക്കുന്നു എന്നത് നമ്മുടെ സൗകര്യമാണ്. നമുക്ക് കംഫർട്ട് തരുന്ന വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്, നമുക്ക് സന്തോഷം തരുന്ന വസ്ത്രം ഏതാണോ അത് ധരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയല്ല നമ്മൾ വസ്ത്രം ധരിക്കുന്നതും മറ്റും. പ്ലീസ് ഡോണ്ട് ജഡ്ജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3 RJ ശോഭയും RJ ശാന്തയും സംഗതി ഹോട്ടാണ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. മിർച്ചിയിൽ RJ ശോഭയും RJ ശാന്തയും. ശോഭെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ 9, 1 പോയാൽ 10, ആരാണ് പറയാമോ? ആലോചിച്ച് നോക്കട്ടെ, ബുദ്ധിയുണ്ടോന്ന് നോക്കട്ടെ. റോമൻ ലെറ്റേഴ്സ്. റോമൻ ലിപിയിൽ 9, 10. റൈറ്റ് ആൻസർ. താങ്ക് യു. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തില് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചുറ്റുപാടുകൾ നോക്കി കഴിയുമ്പം നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് തോന്നും. നമ്മള് പലപ്പോഴും അത് ചോദിക്കാറില്ല. ബട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, ഉത്തരം കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കുക, ചുറ്റുപാടുകളെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക. സോ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിർച്ചി 98.3 സംഗതി ഹോട്ടാണ്. ഇന്ന് ചിൽഡ്രൻസ് ഡേയിൽ മിർച്ചിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് RJ ശോഭയും RJ ശാന്തയുമാണ്. ചിൽഡ്രൻസ് ഡേയിൽ സാധാരണ കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇന്ന് 2 അമ്മമാരുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഷോ? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് RJ ആയത്. സംഭവം കൊള്ളാം. ഇനി RJ മാറ്റി ഡെയിലി ഷോ ആയോണ്ടോ ഞങ്ങൾ ആലോചിക്കുക. ഞങ്ങള് പല വിഷയങ്ങളെ കുറിച്ച് ഈ ഷോയിൽ സംസാരിച്ചു. ഇതിലേതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വൺസ് അഗെയിൻ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഈ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് RJ ശോഭ, RJ ശാന്ത സൈനിങ് ഓഫ് ഫ്രം മിർച്ചി 98.3 സംഗതി ഹോട്ടാണ്.